ഹായോ, ഈ ഒരു വീഡിയോ നമ്മളിപ്പോ കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു മൂവി തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? അവരുടെ ഉള്ളിലുള്ള ഒരു ബിസിനസ് ഐഡിയ എക്സ്പ്രസ് ചെയ്യാണ് അല്ലെ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ പുറത്തേക്ക് കാണിക്കുകയാണ്. സോ ഇതുപോലെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഒരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു MPA-യിലായാലും നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സ് എല്ലാം എടുത്തു കഴിഞ്ഞാലും ഓരോ ബിസിനസിന്റെയും ഒക്കെ തന്നെ റിലേറ്റഡ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസ് അതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. അപ്പൊ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ നമ്മുടെ തലയിൽ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കുക എങ്ങനെയായിരിക്കും, അതായത് ഇതിനെ എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യും, നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സർവീസിനെ നമ്മൾ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കും. നമ്മൾ ഈ കണ്ട വീഡിയോയിലായാലും അവർ പറയുന്നതും അങ്ങനെയാണ് അല്ലെ? കുറച്ചും കൂടി ആൾക്കാർക്ക് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാം. സോ ആ രീതിയിൽ നമുക്ക് ആൾക്കാരിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ അതൊക്കെ ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച്, അതായത് മാർക്കറ്റിംഗ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് നമുക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ തരാനാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഈ ഒരു മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, അതായത് ഒരു പ്രോഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ഇമ്പാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതിന്റെ ആ ഒരു ചുറ്റുപാടുകളെ കുറിച്ചും, അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു പ്രോഡക്റ്റ് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഈ ലോകം മുഴുവൻ കൊണ്ടുവരുമോ? ഇല്ല അല്ലെ? നമ്മൾ എല്ലാ ബിസിനസ്സുകൾക്കും എല്ലായിടത്തും, അതായത് ഗ്ലോബലി മൊത്തത്തിൽ ഒരു മാർക്കറ്റ് ആയിട്ട് കണ്ടുകൊണ്ട് എത്തിക്കാൻ, പ്രോഡക്റ്റ് എത്തിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന കാറ്റഗറിയിലുള്ള ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഒക്കെ നമ്മൾ ഫോം ചെയ്യും. നമ്മൾ സെഗ്മെന്റേഷൻ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കാര്യങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ചും അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയേഴ്സ്, അതായത് നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൺസ്യൂമർ ബിഹേവിയർ ആണ്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ബിഹേവിയർ എന്താണ്, അവരുടെ രീതികൾ എന്താണ്, അവർ എങ്ങനെയൊക്കെ ചിന്തിക്കാം, എന്തൊക്കെ കണ്ടിട്ടായിരിക്കാം അവരൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നത് അല്ലെ? ഇതൊക്കെ മനസ്സിലാക്കണം. സോ അതുകൊണ്ട് തന്നെ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ഏതൊരു ഇൻഡിവിജ്വലിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ അതിനെക്കുറിച്ചും നമ്മൾ ഇവിടെ ആക്ച്വലി ഈ ഒരു ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ബ്ലോക്ക് 2 കടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറി നമ്മൾ പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻസിലേക്കാണ് നോക്കുന്നത്. അതായത് നമ്മളിവിടെ ഏകദേശം ഒരു മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ബ്ലോക്ക് 1 തരികയും അതിനുശേഷം ബ്ലോക്ക് 2 കടക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് പ്രോഡക്റ്റ് ആവാം, സർവീസ് ആവാം, എന്തും ആവാം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിനെങ്ങനെ നമ്മൾ പ്രൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 4 യൂണിറ്റ്സ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഓരോ ബ്ലോക്കിലും ഓൾമോസ്റ്റ് 4 യൂണിറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എന്താണെന്നുള്ളതും പ്രോഡക്റ്റിന്റെ ഡിസിഷൻ, പ്രോഡക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസിങ് ഡിസിഷൻസ്, അതിന്റെ പ്രൈസ് ചെയ്യാനുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡിസിഷൻസ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും, അതുപോലെ നമ്മൾ ബ്രാൻഡിങ് ചെയ്യുന്നത് അല്ലെ, നമുക്ക് ഡിഫറെന്റ് ബ്രാൻഡുകളെ അറിയാം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ബ്രാൻഡിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ പാക്കേജിങ്ങിനുള്ള ഒരു ഇമ്പോർട്ടൻസ്, നമ്മൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, അതിലപ്പുറത്തേക്ക് അതിനെ നമ്മൾ എങ്ങനെ പാക്ക് ചെയ്യുന്നു അല്ലെ? നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ഗിഫ്റ്റ് നമ്മൾ എന്തായാലും ഒരു വർണ്ണക്കടലാസിലൊക്കെ പൊതിഞ്ഞ് കുറച്ച് ഭംഗിയായിട്ടാണ് നമ്മൾ കൊടുക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ? സോ അതുപോലെ തന്നെ ഏതൊരു പ്രോഡക്റ്റും നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അത് ആൾക്കാരിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ പാക്കേജിങ് വേണം. അപ്പൊ പാക്കേജിങ് എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ സേഫ്റ്റി അത് സെക്യൂർഡ് ആയിട്ട് എടുത്തു വെക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഒരു പാക്കേജിങ്ങിന്റെ ഫീച്ചേഴ്സിൽ വരുന്ന, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള എയിമിൽ വരുന്ന കാര്യങ്ങളാണ്. സോ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, നമ്മൾ ഏതൊരു മനുഷ്യനും എന്തുണ്ട്, നമ്മൾ മനുഷ്യന്മാർക്കെല്ലാം എന്തുണ്ട്, ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് അല്ലെ? നമ്മൾ ആദ്യം ജനിക്കുന്നു, പിന്നെ ഒരു ടീനേജ് എത്തുന്നു, പിന്നെ നമ്മളൊരു മിഡിൽ ഏജ് എത്തുന്നു, പിന്നെ താഴേക്ക് നമ്മൾ ഓൾഡ് ഏജിലേക്ക് പോകുന്നു, പിന്നെ വീണ്ടും ലൈഫ് നമ്മുടെ ഒരു എൻഡിലേക്ക് പോകുന്നു. സോ ആ രീതിയിൽ
ഏതൊരു മനുഷ്യന്മാർക്കും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾക്കും ഉണ്ട് ഒരു ലൈഫ് സൈക്കിൾ. സോ അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രൈസിംഗ് ഡിസിഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്യും. പിന്നെ നമുക്ക് വരുന്നത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3ലേക്ക് കടക്കുമ്പോൾ ഇവിടെ ആക്ച്വലി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, അത് എങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്നു, അവിടെ അതിന്റെ പ്രൊമോഷൻസ് എങ്ങനെ ചെയ്യുന്നു, അതിന്റെ അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് എങ്ങനെയാണ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ, അതായത് പ്രോഡക്റ്റ് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് തുടങ്ങി അതിന്റെ പ്രൊമോഷനും അതിന്റെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഫൈനലി നമുക്ക് 4 ബ്ലോക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. ഈ 4ാമത്തെ ബ്ലോക്കിൽ നമുക്ക് വരുന്നത് സെക്ടറൽ ആപ്ലിക്കേഷൻസ് ആൻഡ് എമേർജിംഗ് ഇഷ്യൂസ് ആണ്. അതായത് ഇന്നത്തെ ഈ ഒരു കറന്റ് സിനാരിയോയിലുള്ള മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ സർവീസസിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു. പണ്ടൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക, അപ്പൊ ഒരു പെൻ ഉണ്ടാക്കിയാൽ അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിലപ്പുറത്തേക്ക് സർവീസസ് എല്ലാം തന്നെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു ടൂറിസം പ്ലേസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പം വണ്ടർലയിൽ പോയി കഴിഞ്ഞാൽ, നമുക്കറിയാം വണ്ടർല അല്ലെ, വീഗാലാൻഡ് വണ്ടർല എന്നൊക്കെ പറയുന്നത്, ഇവിടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി അവർ നമുക്ക് തരുന്നത് എന്താണ്, സർവീസസ് ആണ്, എന്റർടൈൻമെന്റ് സർവീസസ് ആണ്. സോ ഈ ഒരു സർവീസസും അവർ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അതിനും അഡ്വർടൈസ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അവിടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു തൊടാനും കാണാനും ഒക്കെ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു സാധനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിലപ്പുറത്തേക്ക് സർവീസസ് എല്ലാം തന്നെ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ സർവീസസിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ, ഇന്ന് നമ്മൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയി, നമ്മളുടെ ഇപ്പൊ ഈ ഒരു ക്ലാസ്സസ് പോലും നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. നിങ്ങൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എമേർജ് ചെയ്തു വരുന്ന ഇഷ്യൂസിനെ കുറിച്ചും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടൽ 4 ബ്ലോക്സ് നമുക്ക് വരുന്നുണ്ട് ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ. ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ഏരിയ ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആയിരിക്കും. ഈവൻ ഈ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോകണമെന്ന് വലിയ ആഗ്രഹം ഇല്ലാത്തവർക്ക് പോലും ഒട്ടും, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് അല്ല, എന്നാലും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സബ്ജക്റ്റിന്റെ ഓരോ ബ്ലോക്കിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഓവറോൾ ആയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നൊന്ന് നോക്കാം. ഇവിടെ നമ്മുടെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് MMPC-006 എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സബ്ജക്ട് കോഡ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ്സ് ആണ്. അവിടെ നമുക്ക് വരുന്നത് 4 യൂണിറ്റ്സ് ആണ്. മാർക്കറ്റിംഗ് ആൻഡ് ഓവർവ്യൂ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് അനാലിസിസ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്. ദെൻ യൂണിറ്റ് 4 വരുന്നത് കൺസ്യൂമർ ബിഹേവിയർ. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ബ്ലോക്ക് 2ലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് വരുന്നത് അഗൈൻ 4 യൂണിറ്റ്സ് ആണ്. അത് പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻസിനെ കുറിച്ചിട്ടുള്ള 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. അവിടെ യൂണിറ്റ് 5 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡിസിഷൻസ്, യൂണിറ്റ് 6 എന്ന് പറയുന്നത് ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ് ഡിസിഷൻസ്, യൂണിറ്റ് 7 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, യൂണിറ്റ് 8 എന്ന് പറയുന്നത് പ്രൈസിംഗ് ഡിസിഷൻസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലോക്ക് 3ലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻസിനെ കുറിച്ചാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെയും അഗെയിൻ നമുക്ക് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. യൂണിറ്റ് 9 ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, യൂണിറ്റ് 10 അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, യൂണിറ്റ് 11 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് മാനേജിംഗ് സെയിൽസ് പേഴ്സണൽ, യൂണിറ്റ് 12 ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്ലോക്ക് 4 ആണ് ഫൈനലി. ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ സെക്ടറൽ ആപ്ലിക്കേഷൻസ് ആൻഡ് എമേർജിംഗ് ഇഷ്യൂസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 3 യൂണിറ്റ്സേ വരുന്നുള്ളൂ, 13, 14 ആൻഡ് 15. അത് ഓരോന്നും വരുന്നത് മാർക്കറ്റിംഗ് ഓഫ് സർവീസസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ദെൻ അതർ എമേർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പൊ ടോട്ടൽ 15 യൂണിറ്റ്സ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ മാക്സിമം നമുക്ക് ഈ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നിങ്ങളുടെ കൂടെ എല്ലാ ഡൗട്ട്സ് ക്ലിയറിങ്ങിനും എല്ലാത്തിനുമായിട്ട് നമ്മൾ ഫാക്കൽറ്റീസും മെന്റേഴ്സും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ തന്നെ ഈ ഒരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.